നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടുന്നത് ഒരു ചിക്കൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഇട്ടിട്ട് നമ്മൾക്ക് നന്നായിട്ട് കൂട്ടി തിരുമ്മിയിട്ട് അരമണിക്കൂർ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ ഒനിയൻ. സബോള നമുക്കൊരു 3 എണ്ണം എടുക്കാം കേട്ടോ. നല്ല കനം കുറച്ച് അരിഞ്ഞതായിരിക്കണേ. സബോള നന്നായിട്ട് കനം കുറച്ചായിരിക്കണം കേട്ടോ. ഇതിത്തിരി വലിയ സൈസാണ്, പക്ഷെ അതുകൊണ്ട് കനം കുറഞ്ഞ് നന്നായിട്ട് അരിയണം. പിന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾക്ക് കുറച്ച് കടുക് ഇടാം. കടുക് ഇട്ടതിന് ശേഷം കടുക് ഏകദേശം വറുത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറക്കാം കേട്ടോ. 2 കതിര് വേപ്പിലയും കൂടി ഇടാം നമുക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വറുത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിരുമ്മി വെച്ച അരമണിക്കൂർ വെച്ച ചിക്കനാണിത്. അത് അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അതിൽ പിടിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി നന്നായി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് ആവിമ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ചിക്കനിൽ ആ വെള്ളം തന്നെ മതി, വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. നമ്മൾക്ക് ഇതേപോലെ തന്നെ നമ്മൾക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം നന്നായിട്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾക്കൊന്ന് ഇളക്കി നോക്കി കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് നമുക്കൊരു ഇളക്കി ഒന്ന് എല്ലാം അവിടെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അതിലുള്ള വെള്ളം മാത്രം മതി. ഇതാ നോക്കി നോക്കൂ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഊറി തുടങ്ങി. എന്നിട്ട് നമ്മൾക്ക് അതേപോലെ തന്നെ ചിക്കൻ അങ്ങനെ തന്നെ വെച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം കേട്ടോ. അതിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെ വേവും. അത് കഴിയുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിയാണ്, മുഴുവൻ മല്ലിയാണ് വേണ്ടത് കേട്ടോ. മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, പിന്നെ 1 സ്പൂണ് കുരുമുളക്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂണ് പെരിഞ്ജീരകമാണ് വേണ്ടത്, പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകം ഇട്ടിട്ട് നമ്മൾക്ക് നന്നായിട്ട് നമുക്കൊന്ന് 2 കതിര് വേപ്പിലയും കൂടി നമുക്ക് അതിൻ്റെ ഇടയിലിടാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറക്കുക, ഒന്ന് ചൂടാവണ വരെ, കരിയരുത്, ചൂടാവണ വരെ ഒന്ന് വറക്കുക. അത് വറുത്ത് ഇതേപോലെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കരുത്, ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴേക്കും ചിക്കൻ ഏകദേശം നല്ല വേവായിട്ടുണ്ട് കേട്ടോ. കണ്ട, അപ്പോൾ ഈ വേവായ ചിക്കൻ നമുക്ക് ഇളക്കിയിട്ട് നോക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളതൊക്കെ നോക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കി നമുക്ക് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടാ. കണ്ട, അത് ഉടഞ്ഞപ്പോഴേക്കും അത് വെന്ത് തുടങ്ങി. നമ്മൾ ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് കണ്ട, അതായത് ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇപ്പം നമ്മൾ ഇടുന്നത് കുറച്ച് നമുക്ക് ഗരം മസാല ഇടാം കേട്ടോ. അത് ഈ ഗരം മസാല അത് കഴിഞ്ഞ് നമ്മൾ ആ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല നമ്മൾക്ക് എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ടുള്ളത് അതെല്ലാം കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്നം കുറച്ച് അരിഞ്ഞ സബോളയും കൂടെ നമുക്കിതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇതിൽ തന്നെ കിടന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വേവണം. ഇതിലിപ്പോൾ കുറച്ച് വലിപ്പം കൂടെ സബോള ആയതുകൊണ്ട് കുറച്ച് വേവാനായിട്ട് കുറച്ച് ഇതായി. ഇപ്പം ഇവിടെയൊക്കെ കിട്ടിയതൊക്കെ നല്ല കനം കൂടിയ സബോളയായിരുന്നു. അപ്പം ഇനി കനം കുറഞ്ഞ സബോള നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിന് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇത്രയും സബോള ഇട്ടാൽ മധുരം ഉണ്ടാവുമെന്നൊന്നും ചിന്തിക്കേണ്ട, കുറച്ച് പോലും മധുരം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റോസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇതേ ടേസ്റ്റിലുള്ളത് നമുക്ക് കിട്ടും അങ്ങനെ. അപ്പം ഇതേപോലെ ഇളക്കി നമ്മൾക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് വേവിച്ച് നമ്മൾക്ക് ഇത് കണ്ട ഇതേപോലെ എല്ലാം അവിടത്തേക്ക് ആക്കി കഴിഞ്ഞ് സബോളയുടെ വെള്ളം കൂടെ വറ്റി നമ്മൾക്ക് അതിലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്കത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ തന്നെയായിരിക്കാം. ഇത് വീണ്ടും ഇളക്കി കുരുമുളകിൻ്റെ മണം, നല്ല മണം വരുന്നുണ്ട്. പെരിഞ്ജീരകം, കുരുമുളകും അതേപോലെ തന്നെ നല്ല കൊത്തമല്ലിയുടെ ഒക്കെ മണം വരുന്നത്. നമ്മൾക്ക് ആ ക്രഷ് ചെയ്തോന്ന് വെച്ചാൽ മല്ലിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മൾ വിചാരിക്കും മല്ലിയുടെ കുത്തൊക്കെ ഉണ്ടോന്ന്, ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുള്ള് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളിയായിട്ടുള്ള
നമ്മൾക്ക് കിട്ടും കേട്ടോ. നമുക്കിത് 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചു. അത് തുറന്ന് നോക്കുമ്പോഴേക്കും ഏകദേശം സബോളയൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞ് അതിലിതാ സെറ്റായി തുടങ്ങിട്ടോ. ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്യണം. ഇതിൽ തന്നെ കിടന്നിട്ട് ചിക്കനിലെ വെള്ളം സബോളയുടെ വെള്ളം കൊണ്ട് തന്നെ ഇതിൽ കിടന്നിട്ട് നമുക്ക് ആ റോസ്റ്റ് പോലെ തന്നെ ആവും. കണ്ടു, അത് കണ്ടാ. അപ്പം ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും നിങ്ങൾക്ക്, അടിപൊളി ടേസ്റ്റ്. ഇതാ കണ്ട, ഇതേപോലെ അതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് എത്രത്തോളം നന്നായിട്ട് ഈ ഉള്ളി, വെള്ളം പാടില്ല ഉള്ളിയുടെ കേട്ടോ. ഇത്രയും ആവണ സമയത്ത് ഇതുപോലെയുള്ള ചിക്കൻ റോസ്റ്റ് റെഡി.